ഒരു സാധനം തരത്തില് എന്താ പറയണ, ഭയങ്കര സങ്കടമായിപ്പോയി. മക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ മക്കളെ? ശരി, അമ്മക്കളിയുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മക്കളിയോട് എല്ലാവരും കൂട്ടുകൂടണം, മറന്നു പോകരുത്. തിരിച്ച് അമ്മക്കളി പറയത്തില്ല മക്കളെ, കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ ബീട്രൂട്ടിൻ്റെ ചെടി വാങ്ങി വെച്ചിട്ടുണ്ട്, കുഞ്ഞു തൈകളാണ്. അപ്പോൾ അതിന് മണ്ണൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വളവും ബീട്രൂട്ട്, പിന്നെ അതുപോലെ പാലക് ചീര ഞാൻ കുറച്ച് വിത്ത് ഇട്ടിരുന്നത് കൊണ്ട് അല്ലാതെ ഇച്ചിരി വാങ്ങിക്കുകയും ചെയ്തു. അതെല്ലാം കൊണ്ട് നമുക്കിപ്പോൾ ഒന്ന് നടാം, കേട്ടോ. അപ്പോൾ ചെടിയെല്ലാം ഒന്ന് നോക്കാം. പാലക്, ബീട്രൂട്ട് തയ്യും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് നടാം, കേട്ടോ. ഇവിടെയാണ് ഞാനിത് നടാൻ പോകുന്നത്. ചെറിയ കുഴി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ഇത് നേരത്തെ നമ്മൾ ഇതിൽ വളവും മണ്ണും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ ഈ വളം കൂടെ ചേർത്തെങ്കിലും ഒക്കത്തുള്ളൂ. മിറക്കിൾ ഗ്ലോ എന്ന് ഇതും കൂടി ഇട്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് കൃഷി വിളവെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ നടാം, കേട്ടോ. ഇപ്പോൾ മിറക്കിൾ ഗ്രോയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആൾറെഡി ചാണകപ്പൊടിയും എല്ലാ വളം കൂടെ മിക്സ് ചെയ്താണ് മണ്ണിട്ടിരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഈ മിറക്കിൾ ഗ്രോയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. എല്ലാം കൂടെ ഇതാ കണ്ടില്ലേ, ഇതുപോലെ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നടാൻ പോവാ, കേട്ടോ. അടുത്ത് നമ്മൾ നടാൻ പോകുന്നത് ലെറ്റ്യൂസ്. ഈ സൈസ് ലെറ്റ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, കേട്ടോ. ഈ കളറുള്ളത് നേരത്തെ വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പച്ചയായിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വെച്ചതാണ്. ഈ വർഷം വേറെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഈ വയലറ്റ് കളർ, വയലറ്റ് ആണോ ബ്രൗൺ ആണോ, ഈ കളർ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് വെക്കാൻ പോകണം. ഇപ്പോൾ ഞാനിത് നട്ടിട്ട് വരട്ടെ, കേട്ടോ മക്കളെ. ഇവിടെ ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടോട്ട് ഞാൻ ലെറ്റ്യൂസ് നടാൻ പോവാണ്. ഇതിനകത്തോട്ട് ഇവിടെ അധികം ചൂട് കിട്ടത്തില്ല. കാര്യം ഇവിടുന്ന് നിഴൽ വരുവാങ്ങ്, പെട്ടെന്ന് നിഴലങ്ങ് വരും. അപ്പോൾ അധികം ചൂടില്ലാത്തടത്തോട്ട് ലെറ്റ്യൂസ് അങ്ങ് നടാൻ വിചാരിച്ചിട്ടാണ്. നമുക്കപ്പോൾ ഈ ലെറ്റ്യൂസ് ഇതിനകത്തോട്ടൊന്ന് നടാൻ, കേട്ടോ. ഇത് പറഞ്ഞ പോലെ ചാണകവും പൊടിയും പിന്നെ മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഇച്ചിരി മിറക്കിൾ ഗ്രോ വളവും ഇടുന്നുണ്ട്. ഇട്ടിട്ട് 2 തൈ വീതമാണ് നടുന്ന. കാര്യം ഒന്നായിട്ട് വെച്ച് ചിലപ്പോൾ ഒന്ന് വന്നില്ലെങ്കിലും നമുക്ക് അടുത്തൊന്ന് വരുമല്ലോ. അതുകൊണ്ട് എന്തായാലും വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ മറ്റേ ഇതിന് പാലക്കിനൊക്കെ വെച്ച പോലെ പലകയെല്ലാം ഇടണം. ഇവിടെ നട്ടു ലെറ്റ്യൂസ് എല്ലാം കളറായിട്ട് അങ്ങ് നട്ടു. ബ്രൗൺ ഉണ്ട്, ബ്രൗൺ കാണുന്നുണ്ടല്ലോ. ഭയങ്കര മെലീസ്. അതിൻ്റെ ഇല അങ്ങ് ഭയങ്കര കനക്കുറ, സോഫ്റ്റാണ്. നമ്മൾ തൊടുമ്പത്തേക്ക് അങ്ങ് ഒടിഞ്ഞു പോകുന്നു. അതുകൊണ്ട് വല്ലാത്തൊരു ഇത് 3-4 ഇലകൾ ഒടിഞ്ഞു പോകുന്നു. ഭയങ്കര ഇതല്ലേ, നമ്മൾ വെറുതെ തിന്നുന്നല്ല. സാലഡിലിട്ടും ബർഗറിൽ വെച്ചും അല്ലാതൊക്കെ ചുമ്മാ അങ്ങനെ തിന്നുന്ന സാധനം കൊണ്ട് ഭയങ്കര സോഫ്റ്റാണ്. പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞു പോകും. 3-4 ഇല ഒടിഞ്ഞു പോയി. ഇപ്പോൾ അതിലെടുത്ത് ഞാനിങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. ലെറ്റ്യൂസ് നമ്മൾ നട്ടു, കളർഫുള്ളായിട്ട് നമുക്കത് പറിക്കാനാകണം. നട്ടിട്ട് എൻ്റെ മക്കളെ ഞാൻ പിറ്റേ ദിവസം പോയി നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? ഞാനെല്ലാം അടച്ചു വെച്ച് നല്ല വെയിൽ കൊള്ളാതൊക്കെ വന്നു. 3-ാം പക്കം നോക്കുമ്പം മുഴുവൻ ഇലയും കിളി കൊത്തി തിന്നിട്ട് പോയി. നല്ല എളുപ്പമല്ലേ, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം തിന്നിട്ട് പോയി എൻ്റെ മക്കൾ. ഒരു സാധനം തരത്തിൽ എന്താ പറയണ, ഭയങ്കര സങ്കടമായിപ്പോയി. കുരുവി, ഇഷ്ടം പോലെ കുരുവിയുണ്ട് ഇവിടെ. കുരുവിയും കാക്കയും അണ്ണാനും എന്ന് വേണ്ട സകല പക്ഷികളും ഉണ്ട് ഇവിടെ. ഒരെണ്ണം ഇലയില്ല, മുഴുവനും തിന്നിട്ട്. വെറും ആ തണ്ട് മാത്രം എൻ്റെ മക്കളെ നിപ്പുണ്ട്. ഇപ്പം ഞാൻ വെയിൽ കൊള്ളാതിരിക്കാൻ നിഴൽ വേണമല്ലോ. അതിന് നിഴലിന് വേണ്ടിയിട്ട് ഞാൻ പായും പലകത്തടി എല്ലാം കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇന്ന് വെയിലില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് മിന്നി വെയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വാടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചു. ഞാൻ പാലക്ക് ചീര നട്ടത് മുഴുവൻ നോക്ക് കുരുവി ഇല തിന്നിട്ട് പോയത് കണ്ടോ. ഒരില പോലും വെച്ചേക്കാതെ ഇവിടെ നോക്ക്, ഇതെല്ലാം തിന്നിട്ട് പോയി. എല്ലാത്തിൻ്റെ ഇല നല്ല രുചിയാണ്. എളുപ്പം തണ്ടല്ലേ, കടിച്ച് മുഴുവൻ. അതുപോലെ പട്ടാണിയുടേത് മുഴുവൻ തിന്നിട്ട് പോയി. തക്കാളി, ഇതിൻ്റെ എല്ലാ ഇലകൾ തിന്നിട്ട് പോയി. കിളി കൊത്താതിരിക്കണം ഇതിൻ്റെ ഇല, അതാണ് മെയിൻ. ലെറ്റ്യൂസ് നട്ടത് ഞാൻ നോക്കതെല്ലാം കുറച്ച് വെയിൽ കൊള്ളാതെ ഞാനിങ്ങനെ ഷീറ്റിട്ട് മറച്ചിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് വിട്ടാൽ നമുക്ക് കറക്റ്റായിരിക്കും. ഇല്ലെങ്കിലേ വെയിലത്ത് വാടിപ്പോവും, കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കിളിയെ പ്രതീക്ഷിക്കണം. കൂട്ടുകൂടാൻ മറന്നു പോകരുത്, കേട്ടോ മക്കളെ.